ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി രേഖകൾ. അഗോറ എന്ന ഇന്ത്യൻ കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിന് 99% ഓഹരികളുണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നു. മാധബി ബുച്ചിന്റെ ഭർത്താവ് ധവൽ ബുച്ചാണ് അഗോറയുടെ ഡയറക്ടർ. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഈ കഴിഞ്ഞ ദിവസം വന്ന ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ ഇതേ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു സെബി ചെയർമാനും ഭർത്താവിനുമെതിരെ. ഇപ്പോൾ അതിൽ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഏജൻസികൾ അന്വേഷണം തുടങ്ങുന്നു. ഇപ്പോൾ ഈ രേഖകൾ ഏത് രീതിയിലാണ് പുറത്തു വന്നിട്ടുള്ളത്? ഈ രേഖകളിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ധവൽ ബുച്ചിന് ഉപദേശക പദവി അത് വിനോദ് അദാനിയുടെ ബന്ധമുള്ള കടലാസ് കമ്പനിയിൽ ലഭിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനും ഭർത്താവ് ധവൽ ബുച്ചിനും 2015 മുതൽ നിക്ഷേപമുണ്ടെന്ന് രണ്ടാം ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ആരോപണം വന്നിരുന്നു. ഇത് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ഇത് തെളിയിക്കുന്ന വിധത്തിലുള്ള രേഖകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. വിനോദ് അദാനിയുടെ മൗറീഷ്യസിലുള്ള IPE+ ഫണ്ടിലായിരുന്നു ആ നിക്ഷേപം ഉള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഫണ്ടിന്റെ സ്ഥാപകനും ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസറും ഈ അദാനി എന്റർപ്രൈസസിന്റെ ഡയറക്ടർ ആയിരുന്ന അനിൽ അഹൂജ ആയിരുന്നു എന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. 2017 ഏപ്രിലിൽ മാധവി സെബിയുടെ മുഴുവൻ സമയ അംഗമാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണ് മാധവിയുടെ പേരിലുള്ള ഫണ്ടിന്റെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും അവരെ നീക്കാനും തനിക്ക് മാത്രമായ അവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഭർത്താവ് കത്ത് നൽകിയത്. ആ കത്തിന്റെ പകർപ്പ് അടക്കമുള്ളവയും ധനകാര്യ മന്ത്രാലയത്തിന്റെ പക്കൽ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. 2018 ഫെബ്രുവരി 26 മാധവിക്ക് ഇമെയിലായി ലഭിച്ച അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഈ ഫണ്ടിന്റെ ഘടനയുണ്ട് എന്നുള്ളത് മാധവിക്ക് ഈ വസ്തുതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധം സുവ്യക്തമാക്കുന്ന കാര്യമാണ്. 2017 ഏപ്രിൽ മുതൽ 2022 മാർച്ച് വരെ മാധവിക്ക് അഗോറ പാർട്ട്നേഴ്സ് എന്ന സിംഗപ്പൂർ കമ്പനിയിലും നിക്ഷേപമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകളും ഇപ്പോൾ ധനമന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. സെബി തലപ്പത്ത് എത്തുന്നതിന് പിന്നാലെയാണ് അവർ ഓഹരികൾ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയത് എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്മിത, ശരി. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദ വിവരങ്ങൾ നമുക്ക് നൽകിയത്.